ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ ഇൻ സാജിറ്റേറിയസ് പ്രത്യേക സന്ദേശങ്ങളാണ് നോക്കുന്നത്. ഒരു തിരുത്തുണ്ട്, ഞാൻ ന്യൂ മൂൺ റീഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ന്യൂ മൂൺ ഇൻ സാജിറ്റേറിയസ് ആണ്, പക്ഷെ ആക്ച്വലി അത് ന്യൂ മൂൺ ഇൻ ടോറസ് എന്നാണ്. ടോറസിലായിരുന്നു ആ ന്യൂ മൂൺ. ഓക്കെ, ഞാനതിപ്പോ തിരുത്തിയിട്ടുണ്ട്. അപ്പോ അന്നത്തെ ദിവസം ഈ ന്യൂ മൂണിന്റെ സോഡിയാക് സൈൻ പിന്നെ ഫുൾ മൂണിന്റെ സോഡിയാക് സൈൻ ഒക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ റീഡിങ്ങിൽ ഇന്റൻഷൻ ഒക്കെ വെച്ചപ്പോൾ ആ സെയിം ഇന്റൻഷൻ, ടോറസ് എന്നുള്ള ഇന്റൻഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റീഡ് ചെയ്തത്. പക്ഷെ പറഞ്ഞപ്പോഴും എഴുതിയപ്പോഴും സാജിറ്റേറിയസ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോ ഇത് നമ്മുടെ ഫുൾ മൂൺ മെയ് 31 അതായത് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്ന ഫുൾ മൂൺ, അത് സാജിറ്റേറിയസ് സോഡിയാക് സൈനിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫുൾ മൂണുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു എനർജിയിൽ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് നൽകാനുള്ള പ്രത്യേക സന്ദേശങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നിങ്ങൾക്ക് തമ്മിൽ 3 ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് പാറ്റേണിലാണ് ഇപ്രാവശ്യത്തെ ഡെക്കുകളിൽ മേജർ ആർക്കാനസ് വന്നിട്ടുള്ളത്. 2 എംപ്രസും എംപറർ ആണ് വന്നിരിക്കുന്നത്. ഈ എംപററിന്റെ തൊട്ട് താഴെ എംപ്രസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഡെക്കുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചേഴ്സോ യൂസ് ചെയ്തിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഡെക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഡെക്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവ മാത്രം സ്വീകരിക്കുക. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പൊ ഫുൾ മൂൺ ഇൻ സാജിറ്റേറിയസുമായി ബന്ധപ്പെട്ട് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സിന് നൽകാനുള്ളത് ഗ്രൂപ്പ് 1ന്? ഓക്കെ, 4 ഓഫ് Pentacles, clarify the 4 of Pentacles. ഓക്കെ, നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒരു തരത്തില് നിങ്ങൾ ഡിസീവ് ചെയ്യാൻ, നിങ്ങൾ പറ്റിക്കപ്പെടാൻ ഒരു സാധ്യത കാണുന്നു. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ കുറച്ചൊന്ന് മൈൻഡ്ഫുൾ ആയിരിക്കുക, അലേർട്ട് ആയിരിക്കാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. കുറേം കൂടെ ഒരു ഒബ്സർവിങ് എനർജിയിലായിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഒരു പക്ഷേ ഓൾറെഡി നിങ്ങൾക്ക് കൂടെയുള്ള നിങ്ങളുടെ എനർജിയിലുള്ള ഒരു വ്യക്തി അവര് ഡിസീവിങ് ആണെന്നുള്ളത്, അതായത് അവർ നിങ്ങളോട് കാണിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള അവരുടെ ഇന്റൻഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പക്ഷേ വൈകാതെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ആ സത്യം വരുന്നതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അവരിൽ നിന്ന് അകലം പാലിക്കുക, ആ കണക്ഷൻ അവിടെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചോയ്സ്. ഓക്കെ, അതിലൂടെയാണ് നിങ്ങൾക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവുക. അവരെ കൂടുതൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്തോറും, അവർക്ക് വീണ്ടും അവസരങ്ങൾ കൊടുത്ത് എന്റർടൈൻ ചെയ്യുന്തോറും നിങ്ങളുടെ ലൈഫിൽ കുറേ കൂടെ കോംപ്ലിക്കേഷൻസ് വരിക ചെയ്യുള്ളൂ. ഓക്കെ, ഇത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ആവാട്ടോ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് ഹീലിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിലുള്ള പാറ്റേൺസ്, ഓക്കെ, റിപ്പീറ്റിംഗ് പാറ്റേൺസ് ഒക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട്, അതായത് എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം, കാര്യമായിട്ടൊരു വേദന ഈ അടുത്ത് അല്ലെങ്കിൽ റീസെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസിൽ നിന്നാണ്, അവിടെ നിന്ന് തുടങ്ങിയതാണ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ജേർണി. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ നാൾ നിങ്ങൾ അത് ഗ്രീവ് ചെയ്തു, അതിൽ വിഷമിച്ചു, സങ്കടപ്പെട്ടു, പിന്നെ അതിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങി, പിന്നെ ഹീലിംഗ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ ഒരുപാട് ഇന്നർ വർക്ക്, കുറച്ച് കാലങ്ങളായിട്ട് ഇന്നർ വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോ ഇത് നിങ്ങൾ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ലി എനർജിയിൽ നിൽക്കുന്ന ഒരാളുണ്ട്. ആ വ്യക്തിയിൽ നിന്നാണ് അവരുടെ ഡിസെപ്ഷൻ, അവരുടെ ശരിയായ മുഖമാണ് നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് തുറന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്, നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആളുകൾ എക്സ്പോസ്ഡ് ആകുന്നത്. ഓക്കെ, ആ ഒരു വ്യക്തി എക്സ്പോസ്ഡ് ആകുമ്പോൾ അവരുടെ സൂചനയാണ് എന്ത്, ആ ഒരാളുമായിട്ടുള്ള നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ ആ ഒരു ടൈം അവിടെ അവസാനിച്ചു. ഓക്കെ,
അപ്പോൾ ആ ഒരു ചാപ്റ്ററിന് അവിടെ ഒരു ക്ലോഷർ നൽകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറഞ്ഞത് നിങ്ങളോട് വീണ്ടും വീണ്ടും അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ലൈഫിൽ അവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്ത് അവരെ നിർത്താനായിട്ട് പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. പെട്ടെന്ന് തന്നെ എന്താ പറയാ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ ഈ കണക്ഷൻ അവസാനിച്ച് പോവില്ല. ഓക്കെ, ടേക്ക് യുവർ ടൈം. പക്ഷെ അവർക്ക് വീണ്ടും നിങ്ങൾ അവസരം കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ സ്ട്രോങ് ബൗണ്ടറി അവരുമായിട്ട് സെറ്റ് ചെയ്യണം. മാത്രമല്ല അവർ ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്താലും അവർക്ക് ഇനിയും നിങ്ങൾ അവസരം കൊടുക്കരുത്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇതുപോലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരെ അവരിലൂടെ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, റൈറ്റ് പീപ്പിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ, ശരിക്കുമുള്ള ആ ഒരു ആനന്ദം നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കണമെങ്കിൽ ഇത്തരം എനർജീസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിരിക്കണം. ഓക്കെ, അപ്പോൾ ക്ഷമയോടെ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ദേഷ്യപ്പെടാനൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഈ ഹീലിംഗ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വളരെ ന്യൂട്രൽ ആയിട്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ഫ്രണ്ട്സ് ഫാമിലി എന്നൊക്കെ ഉള്ള എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കണക്ഷൻസ് ഉണ്ടല്ലോ. ഈ പറയുന്ന ആരോ ഒരാളുടെയാണ് ആ ഡിസെപ്ഷൻ, ആ ഒരു എന്താ പറയണ്ടേ, ആ ഡിസെപ്ഷൻ നിങ്ങൾ അവരിൽ നിന്ന് ഒരു വഞ്ചന എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. നിങ്ങളുടെ വിശ്വാസം ബ്രേക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു അനുഭവമാണ് അവരിൽ ഉണ്ടാവുന്നത്. അവരെ വ്യത്യസ്തമായ ഒരു മുഖമാണ് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോ അത് ആ ഒരു സമയത്തിന് നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നത് കൊണ്ട്, നിങ്ങൾ ഒരുപാട് ഇന്നർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ കുറേയും കൂടെ എന്താ പറയാ ഒരു സമചിത്തതയോടെ ഒരു പക്വതയോടെയാണ് നിങ്ങൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക എന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. എന്നാലും നിങ്ങളോട് യൂണിവേഴ്സ് പറഞ്ഞു വെക്കുകയാണ്, ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യുക, ഈ റിലേഷൻഷിപ്പ് അങ്ങോട്ട് അവസാനിപ്പിക്കുക. അതില് ഇനിയും നിങ്ങൾ അവസരങ്ങൾ കൊടുത്തു നിൽക്കരുത്. നിങ്ങൾ തന്നെയാണ് കൂടുതൽ കൂടുതൽ വേദനിക്കുക. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളെ അതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഓരോ വട്ടം ഉണ്ടാവുന്ന നഷ്ടങ്ങളുടെ ഒരു ആഘാതം കൂടി വരും. അപ്പോൾ എന്തിനാണ് സ്വയം വേദനിക്കാനായിട്ട് നിങ്ങൾ നിന്നു കൊടുക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. ഇവരുമായിട്ട് ഹെൽത്തി ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഈ ഫുൾ മൂൺ ഇൻ സാജിറ്റേറിയസുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാനുള്ള പ്രത്യേക സന്ദേശം എന്താണെന്ന് നോക്കാം. ഈ ഫുൾ മൂൺ ഇൻ സാജിറ്റേറിയസുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് 2 നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശം എന്താണ്? ഓക്കെ, clarified 4 of cups. നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വൈകാതെ ഒരു അവസരം അല്ലെങ്കിൽ ഒരു നല്ല വാർത്ത നിങ്ങൾ തേടിയെത്തുന്നുണ്ട്. ഈ നല്ല വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ, ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ സാഹചര്യത്തിനെ ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് പുറത്തു കടക്കാനായിട്ട് ഈ ഒരു അവസരം നിങ്ങളെ സഹായിക്കും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മികച്ച ഒരു അവസരമാണ് എന്ന് കാണുന്നു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരത്തിനായിട്ട് കുറെ നാളെ കാത്തിരിക്കുന്നുണ്ടാവാം. നിങ്ങൾ പലതരത്തിൽ അത് വരുമെന്ന് വിചാരിച്ചു ആ രീതിയിലൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിലൊരു നിരാശയൊക്കെ നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നു. അതിന്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതിനെ സ്വീകരിക്കുക. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് ഈ ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നത്. ഒരു നല്ല വാർത്തയുടെ രൂപത്തിലാണ് ഇത് വരുന്നത്. അതിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങൾ ഇതിന് തയ്യാറാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു അവസരം എന്താണെങ്കിലും അതിന് രണ്ട് കൈനീട്ടി സ്വീകരിക്കുക. ആ അവസരത്തിന് ഉപയോഗപ്പെടുത്താൻ, അതുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ എനർജറ്റിക്കലി റെഡിയാണ് എന്ന് മനസ്സിലാക്കാം. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഉയർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസോ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സോ നിങ്ങളെ സംബന്ധിച്ചുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു മോചനം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും, ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ മാത്രമല്ല ഒരുപാട് സമൃദ്ധി, അതുപോലെ തന്നെ നല്ല അനുഭവങ്ങൾ ഒക്കെ ഇതിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു.
നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയണ്ടേ, ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ തരുന്ന, ഓക്കെ, വൈകാരികമായിട്ട് നിങ്ങൾക്കൊരു സംതൃപ്തി തരുന്ന ഒരു പുതിയ തുടക്കമാണിത്. യെസ്. അപ്പൊ ഇതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. ഇത് വരുമ്പോൾ അത് ഏത് രൂപത്തിൽ വന്നാലും അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശം. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നിങ്ങളായിരിക്കുന്ന ഒരു സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒട്ടും സംതൃപ്തി ഇല്ല, നിങ്ങൾക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു സ്ഥലമാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കണമെന്നുണ്ട്. അപ്പൊ അതിനുള്ള അവസരമാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനെ തള്ളിക്കളയാൻ പാടില്ല. അതിന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കണ്ടോ, ടേക്ക് ദ ലീപ്പ്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ തന്നെയാണ്. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച മാതൃകയിലല്ല അത് വരുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ അല്ല അത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനെ സ്വാഭാവികമായിട്ടും സ്വീകരിക്കാൻ ഒരു മടി ഉണ്ടാവും. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ധൈര്യമായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച് അവസരവുമായിട്ട് മുന്നോട്ട് പൊക്കോളൂ. യൂണിവേഴ്സ് കൂടെയുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഒരുപാട് ജീവിതത്തിൽ തന്നെ ഒരു വിജയങ്ങൾ ഉണ്ടാകുന്നു. വാവ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു. ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന്റെ ആഘോഷങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷിക്കാൻ കാരണങ്ങൾ ഉണ്ടാവുന്നു. ഈ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് നിങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നിനു പിറകെ ഒന്നായിട്ട് അത് നടക്കുക, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും സബലീകരിക്കപ്പെടുക, ഒരു സംതൃപ്തി ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കുക, ഒരു സമാധാനവും സന്തോഷവും സംതൃപ്തി എപ്പോഴും അനുഭവിക്കുക. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകുക. ഓക്കെ, അപ്പൊ വിജയങ്ങള് നേട്ടങ്ങള് ഒക്കെ ഉണ്ടാകുക, ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുക. ഇത്രയും നല്ല കാര്യങ്ങളാണ് ഈ ഒരു നല്ല വാർത്തയിലൂടെ ഈ ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അവസരമാണ് അത്. നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. അത് വരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം. നിങ്ങൾ അതിന് തയ്യാറാണ്. ഈ അവസരം ഹാൻഡിൽ ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ലൈഫിലേക്ക്, എൻ്റെ 3D റിയാലിറ്റിയിലേക്ക് ഈ ഒരു അവസരം വന്നത്. ഇത് എനിക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്ന പൂർണ്ണ ബോധ്യത്തോടെ അതിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം, നിങ്ങൾക്കുള്ള ഫുൾ മൂൺ ഇൻ സാജിറ്റേറിയസ് സന്ദേശം. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഫുൾ മൂൺ ഇൻ സാജിറ്റേറിയസുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. ഓക്കെ, പുതിയ തുടക്കത്തെ കുറിച്ചാണ് ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത്. ഏസ് ഓഫ് വാൻസ്, ക്ലാരിഫൈ ദ ഏസ് ഓഫ് വാൻസ്, ക്ലാരിഫൈ ദ 4 ഓഫ് വീൽസ്, ഒരു ഡിവൈൻ ടൈമിങ്ങിൽ, അതായത് ഇത് ആക്ച്വലി ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഏസ് ഓഫ് വാൻസ് എനർജി, ഫയറി എനർജിയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് സംഭവിക്കുന്ന ഒരു തുടക്കം, അങ്ങനത്തെയാണ് ഫയറി എനർജി ആകുമ്പോൾ. ഏസ് ഓഫ് വാൻസ് ആകുമ്പോൾ അങ്ങനെയാണ്, അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, ന്യൂ ബിഗിനിങ്. പക്ഷെ അത് ഈക്വലി എക്സൈറ്റിംഗ് ആയിരിക്കും. അതിലൂടെ ഒരുപാട് ഗ്രോത്ത്, ഓക്കെ, ഒരുപാട് എക്സ്പാൻഷൻ ഒക്കെ സംഭവിക്കും. അങ്ങനത്തെ പൊട്ടൻഷ്യൽ ഉള്ള പുതിയ തുടക്കം. അത് സംഭവിക്കുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലും ആയിരിക്കും എന്ന് മാത്രം. പക്ഷെ ഈ ഒരു പുതിയ തുടക്കം നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് കാലതാമസം ഉണ്ടായിട്ടുള്ള പുതിയ തുടക്കമാണ്. അതായത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നെപ്പോഴോ സംഭവിക്കേണ്ടതാണ്. പക്ഷെ ചില എന്താ പറയുക, ഇന്റർഫിയറൻസസ്, ചില ബ്ലോക്കേജസ് കൊണ്ട് ഇത് നേരം വൈകിട്ടുള്ളതാണ്. ഓക്കെ, അതിലൊരു കാലതാമസം നേരിട്ടു. അതിപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങളോട് വന്നിരിക്കുകയാണെന്ന് എനിക്ക് കേൾക്കുന്നു. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മുന്നിൽ ഈ ഒരു അവസരം ഉണ്ടാവും. യൂണിവേഴ്സ് പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോസിബിൾ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ്ലി ഏത് മേഖലയിലാണോ ഈ പുതിയ തുടക്കം ഉണ്ടാകുന്നത്, ഒരു പുതിയ റിയാലിറ്റി, പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾക്ക് ചുവടവയ്ക്കാൻ ഇതിലൂടെ സാധിക്കും. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഡിസേർവിംഗ് ആണ് ഇത്. ഓക്കെ, നിങ്ങൾ ഡിസേർവിംഗ് ആണ് ഇത്.
പിന്നെ എങ്ങനെയാണോ നിങ്ങൾ ഈ പുതിയ തുടക്കത്തെ നോക്കി കാണുന്നത്, ആ എനർജി ആയിരിക്കും നിങ്ങൾ അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതേസമയം നിങ്ങൾ ഏത് എനർജിയിലാണോ ആ ഒരു പുതിയ തുടക്കത്തിനെയും പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തെയും നിങ്ങൾ വീക്ഷിക്കുന്നത്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത്, നിങ്ങൾ സങ്കല്പിക്കുന്നത്, അതേ എനർജി തന്നെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ എന്ത് വേണം, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സന്തോഷം നിറഞ്ഞ നല്ല ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സമൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ലൈഫാണ് ഇനി മുന്നോട്ട് വേണ്ടതെങ്കിൽ ആ എനർജിയിൽ നിന്ന് വേണം നിങ്ങൾ ഈ ഒരു പുതിയ തുടക്കത്തിനെയും പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിനെയും കുറിച്ചിട്ട് പറയുകയാണെങ്കിലും സങ്കല്പിക്കുകയാണെങ്കിലും ഒക്കെ ചിന്തിക്കുകയാണെങ്കിലും ഒക്കെ. മനസ്സിലായോ? ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. നിങ്ങൾക്ക് പല പുതിയ അറിവുകളും ഇതിലൂടെ നേടാൻ സാധിക്കുമെന്ന് കാണുന്നു. ഇതിനൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ അറിവുകൾ നേടുമ്പോൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളിൽ വളർച്ച ഉണ്ടാകുന്നു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ 3D റിയാലിറ്റിയിലും പുരോഗതി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. കണ്ടോ? ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും, നിങ്ങളുടെ കഴിവുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ട്രൂ പവറിലേക്ക് എത്തിച്ചേരാൻ, നിങ്ങളുടെ ആ ഒരു ശരിയായ ഒരു എന്താ പറയണ്ടേ വേർഷനിലേക്ക് എത്തിച്ചേരുന്നതിനും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തരാകുന്നതിനും നിങ്ങളത് സഹായിക്കും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു പുതിയ തുടക്കമാണ്. അപ്പൊ ആ കിട്ടുന്ന അവസരങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, പുതിയ അറിവുകൾ നേടാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. ഇതിലൂടെ ജീവിതത്തിൽ ഒരുപാട് സ്വസ്ഥമായ ഒരു സമയം, ബാലൻസ് ഒക്കെ വരുന്നതാണ്. ഓക്കെ, മാത്രമല്ല ഇത് ഡിവൈൻ ടൈമിങ്ങിലാണ് സംഭവിക്കുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഗുഡ് ഇൻഫ്ലുവൻസസ്, ഓക്കെ, അതായത് ഒരു മേഖലയിലായിരിക്കും സംഭവിക്കേണ്ടത്, പക്ഷെ അതിൻ്റെതായ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് മറ്റുള്ള മേഖലയിലേക്കൊക്കെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത്. നിങ്ങളിത് ഒരുപാട് നാളായിട്ട് കാത്തിരുന്നിട്ട്, ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നു. ഈ പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ല അതിന്റെ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തിലും അവിടെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആ ഒരു ആഗ്രഹം സബലീകരിക്കുന്നതിന്റെ ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു കാര്യമാണ്. ആ ഒരു മേഖലയിലാണ് ഈ പറയുന്ന പുതിയ തുടക്കം വരുന്നത്. അപ്പൊ നിങ്ങളത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് സ്ട്രെസ്ഡ് ആകാതിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, പേഷ്യൻ്റ്ലി ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പേഷ്യൻ്റ്ലി സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. ഈ അവസരത്തിനെ നോക്കി കാണുക, അതിനെ എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണമോ അത് എടുക്കുക. ഓക്കെ, കെയർലെസ് ആവരുത് എന്ന് പറയുന്നു. അശ്രദ്ധ പാടില്ല, ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. ഇതിലായിരിക്കണം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഫോക്കസ്. അതേസമയം കഴിഞ്ഞു പോയതിനെ വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. കഴിഞ്ഞു പോയ കാര്യം, നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ അവസാനിച്ചു പോയൊരു കാര്യമുണ്ട്, അതും വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് പുതിയ തുടക്കമാണ്, ഇത് കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് എനർജിയാണ്. അങ്ങനെ വേണം അത് കാണാനായിട്ട്. അതിനെ മറ്റേതും വെച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സംതൃപ്തി ഉണ്ടാകും. നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ പിന്നേക്ക് പിന്നാലെ സബലീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. വളരെ നല്ലൊരു ജീവിതമാണ് ഇതിലൂടെ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ പറഞ്ഞ പോലെ കമ്പയർ ചെയ്യാതിരിക്കുക. ഈ വരുന്ന അവസരത്തിനെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നിങ്ങൾ വിചാരിച്ച സമയത്ത് വന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനെ സ്വീകരിക്കാതിരിക്കുക എന്ന അവസ്ഥയൊന്നും ഉണ്ടാവരുത്. രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. വളരെ പോസിറ്റീവ് ആയിക്കൊണ്ട് തന്നെ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഈ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുക. ഈ അവസരത്തെ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുക. മുന്നോട്ടുള്ള ജീവിതത്തിന്റെയും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നോക്കിക്കാണാനും സങ്കല്പിക്കാനും ചിന്തിക്കാനും പറയാനുമായിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് നിങ്ങളുടെ അനുഭവത്തിൽ വരിക. ലഭിക്കുന്ന ഓരോ അവസരങ്ങളും, പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ അറിവുകൾ നേടാനും കിട്ടുന്ന ഓരോ അവസരങ്ങളും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക. നിങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ എന്താ പറയാ സ്വീകരിച്ച് ആ മാറ്റങ്ങളിൽ സന്തോഷിച്ച് ഈശ്വരനോട് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുക. നിങ്ങൾ ലൈഫിൽ വളരെയധികം സന്തോഷത്തിലായിരിക്കും, സംതൃപ്തിയും നിങ്ങൾ അനുഭവിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുകയാണ്. താങ്ക് യു.